നല്ല വാർത്ത കൊടുക്കാൻ പോലും നട്ടലില്ലാത്ത സമൂഹമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാറി. ഇന്ന് പത്രപ്രവർത്തകന്റെ വില എവിടെയാണ്? ഒരു പത്രക്കാരനാണെന്ന് പുറത്തു പറയാൻ സാധിക്കും. ഇന്ന് പത്രക്കാരന് അന്തസ്സുണ്ടോ? ആത്മാഭിമാനമുള്ള ഒരുത്തരും ഈ രംഗത്തേക്ക് വരാത്ത നിലയിലേക്ക് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടെത്തിച്ചത് ഇതുപോലുള്ള മാന്യമാണ്. കാണാതായ മെട്രോ മുത്തു എന്ന പൂച്ചയെ വൃദ്ധൻ മരിച്ചു കിടന്നതിന്റെ സമീപത്തു നിന്ന് കണ്ടുകിട്ടിയതായി പോലീസ് അറിയിച്ചു. പൂച്ച സുഖമായിരിക്കുന്നു. പൂച്ചയെ തുടർ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. തന്നെ വളർത്തിയ ആളെ തേടി പൂച്ച വന്നതാകാം എന്ന അനുമാനത്തിലാണ് പോലീസ്. വിശാല കൊച്ചിയിലെന്നല്ല, വിശാലമായ ഈ ഗോളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ നാടകം. ചൂടുള്ള പുതിയ വാർത്ത കിട്ടുമ്പോൾ പഴയതിനെ നിഷ്കരുണം മറന്നുകളയുന്ന മാധ്യമ ലോകമേ, നിങ്ങൾ മറക്കുന്നത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഈ നാട്ടിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ കടപ്പെട്ടവർ കൂടിയാണെന്ന സത്യം ഈ വേളയിൽ ഇവിടുത്തെ ജനസമൂഹത്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. വിശാല കൊച്ചിയിൽ ഇന്ന് എന്ന നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. Watching India's first NGO television, Malanadu TV India.